ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ സ്റ്റഡി വ്ളോഗ്. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ്. സ്റ്റഡി മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ വിചാരിച്ചു. രാവിലെ ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ വിട്ടതിന് ശേഷം മോളും ഉറങ്ങി വേഗം. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കുള്ള കുറച്ച് പരിപാടികളുണ്ട് എന്ന് വെച്ചാൽ തുണി ഒന്ന് വിരിച്ചിടാനുണ്ട്, ഒന്ന് തുടയ്ക്കാനുണ്ട്. ഈ 2 പണികൾ കഴിഞ്ഞാൽ വേഗം ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം മോൾ എണീക്കുന്നതിന് മുന്നേ ഒരുവിധം കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ അവൾ എണീറ്റതിന് ശേഷം ഫുള്ളി കോൺസെൻട്രേറ്റഡ് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഞാൻ തുണി വിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ എല്ലാം നടക്കുന്നത്. അവന് മോളെ വെച്ചിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ടൈമറൊക്കെ ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ അവൾ അത് കണ്ടാൽ വേഗം എടുക്കും കേട്ടോ. പിന്നെ ഞാനൊരു രസത്തിലങ്ങ് ഓണാക്കി വെച്ചു എന്ന് മാത്രം. അപ്പം SCRT കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് 10 പേജസ് വെച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ SCRT തീർക്കാമെന്ന് ഞാൻ ഓർത്തു. തീർക്കാമെന്നല്ല, അതിൽ 2-3 പേജ് പഠിച്ചതിന് ശേഷം അടുത്ത വേറൊരു ടോപ്പിക്ക് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ടൊരു പഠിത്തം നടക്കില്ല എനിക്ക്. അതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് പോകേണ്ട, മോളുടെ ആവശ്യത്തിന് പോകേണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകേണ്ടി വരും. വീട്ടിലെ പണികൾ കഴിഞ്ഞെങ്കിലും മോൾ എണീറ്റിരിക്കുന്നതുകൊണ്ട് തന്നെ അല്ലാത്ത ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്ക് എണീക്കേണ്ടി വരും. അപ്പം ഞാൻ ഇത് കുറച്ച് നേരം വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹിസ്റ്ററിയാണ് ഞാനിപ്പം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഞാൻ SCRTയിലെ ഹിസ്റ്ററി ഒരു തവണ കംപ്ലീറ്റ് ചെയ്തതാണ്. ജോഗ്രഫി എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും സിലബസ് അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് നോക്കുന്നതുകൊണ്ട് ഇതിലെ ഹിസ്റ്ററി ഒന്നുകൂടെ റിവിഷൻ പോലെ നോക്കിപ്പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു തവണ 2 തവണ വായിച്ചാണെങ്കിലും പിന്നെ നമ്മൾ മറന്നു പോകുമല്ലോ. അപ്പോൾ ഒന്നുകൂടെ വായിച്ച് നോക്കുക ഞാൻ ചെയ്യുന്നത്. ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കി അതൊക്കെ ഒന്ന് എഴുതി നോക്കിയിട്ട് റിവൈൻഡ് ചെയ്യുകയാണ് ഞാനിപ്പം ചെയ്യുന്നത്. അപ്പോൾ മോൾക്കാണെങ്കിൽ എൻ്റെ ബുക്ക് തന്നെ വേണം. അവൾക്ക് ഞാനൊരു ബുക്കും പഴയ ബുക്കും പെൻസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവൾക്ക് എൻ്റെ ബുക്ക് തന്നെ വേണം, എൻ്റെ പെൻസിൽ വേണം. അതൊക്കെ തന്നെയാണ് അവളുടെ ആവശ്യം. വെള്ളമൊക്കെ ഞാൻ അടുത്ത് വെച്ചിട്ട് തന്നെ കേട്ടോ ഇരിക്കുന്നത്. ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പോലും എണീറ്റ് പോകാനുള്ള ടൈം പോലും ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇങ്ങനെ കിട്ടുന്ന കുറച്ച് സമയം എന്ന് പറയുന്നത് ഭയങ്കര പ്രീഷ്യസ് ആണ്. ആ സമയത്ത് എണീറ്റ് പോയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ഈ സമയം നമുക്ക് ആവശ്യമുള്ളതാണ്. കാരണം ഇപ്പോൾ ഇരിക്കുന്നതല്ലാതെ ഒരു പക്ഷേ എനിക്ക് ചിലപ്പോൾ ഇനി ഞാൻ നൈറ്റേ ഇരിക്കത്തുള്ളൂ. എനിക്ക് അതിനെ അറിയാൻ പറ്റില്ല ഏതൊക്കെ ടൈമിൽ എനിക്കിരുന്ന് പഠിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ മോൾ ഉറങ്ങാണല്ലോ എന്ന് ഓർത്തായിരുന്നു ഞാൻ ഇവിടെ വന്നിരിക്കാൻ നോക്കി. അപ്പോൾ അതിന് മോൾ എണീറ്റ്. പിന്നെ ഇവിടെ തന്നെ ഹോളിൽ തന്നെ ഇരുന്ന് പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ മോൾക്ക് അന്നേരം മോൾ ചെറുതായിട്ട് ഉറങ്ങി എണീറ്റുകൊണ്ട് മോൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ അന്നേരം മോൾ കച്ചറയാക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ എണീറ്റ് പോയിട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ മോളിപ്പോൾ വലിച്ചു കീറുന്നതെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ട്. അത് ഞാൻ വാളല്ല, നമ്മളിങ്ങനെ ഈ ഇലക്ഷൻ ടൈമിലൊക്കെ ഒട്ടിക്കുന്ന പോസ്റ്റേഴ്സില്ലേ, ഞാൻ നോക്കുമ്പോഴല്ലേ ഇവിടെ കുറേ പോസ്റ്റേഴ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വശം ഇങ്ങനെ ബ്ലാങ്ക് ആണല്ലോ. അപ്പോൾ ഞാനത് പിൻ ചെയ്തെടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഈ പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന ടൈമിൽ എങ്ങനെയാണെന്ന് പറയുക, എക്സാം ടൈം ആകുമ്പോൾ പഠിച്ചു നോക്കും. ഞാൻ അപ്പം തന്നെ അത് ഇങ്ങനെ വേറൊരു റഫായിട്ട് എഴുതി നോക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലത് കുറച്ചുകൂടെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടക്കാലത്ത് അതൊന്നും ഇല്ലാണ്ടായി. വീണ്ടും ഞാനത് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. വേറൊന്നുമല്ല, എനിക്കതിൽ മാറ്റം മനസ്സിലാകുന്നുണ്ട് കേട്ടോ. നമ്മൾ പഠിച്ച കാര്യം നമ്മളൊരു ബുക്ക് പേപ്പറിലേക്ക് എഴുതി വെക്കുമ്പോൾ ഇല്ല കുറേയൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ 10 പോയിൻ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അതിൽ ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു 5 പോയിൻ്റൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ പേപ്പറിലേക്ക് അത് എഴുതി കഴിയുമ്പോൾ ആ 5 പോയിൻ്റ് എനിക്ക് നല്ല രീതിയിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ പിന്നീട് നമുക്കത് വായിക്കേണ്ട കാര്യമില്ല. പിന്നീട് നമുക്ക് കുറച്ച് നാളൊക്കെ ഒരു 2-3 റിവിഷൻ്റെ ആവശ്യമുണ്ടാവുള്ളൂ. നമ്മുടെ മനസ്സിൽ നിൽക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇയറൊക്കെ കുറച്ച് ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറന്നു പോകും, അല്ലെങ്കിൽ എൻ്റെ ഇയറിൻ്റെ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അങ്ങനെയാണ് കൂടുതൽ പഴയ രീതിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഞാൻ വായിച്ചത് ഞാൻ എഴുതി നോക്കിയിട്ടേ ഞാൻ അടുത്ത വായിച്ചു പോകുന്നുള്ളൂ. കാരണം ഇത് ഓൾറെഡി പഠിച്ച സാധനം ഞാനിപ്പോൾ വായിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചതാണോ, അങ്ങനത്തെ ഒരു മൈൻഡ് വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ പിന്നെ അതിന് നിൽക്കാത്തത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ഏത് രീതിയിൽ പഠിച്ച് നമ്മുടെ മനസ്സിൽ ഇത് ഓർമ്മ ഉണ്ടാവും, എക്സാം ടൈമിൽ നമുക്ക് നല്ലോണം ഓർമ്മ കിട്ടുക എന്നൊരു ഉദ്ദേശമല്ലേ ഉള്ളൂ. അന്നേരം ഞാൻ ആ എല്ലാ പോസ്റ്റേഴ്സും കൂടെ പിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. വെറുതെ കളയണ്ടല്ലോ പേപ്പറൊന്നും അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട്. അപ്പോൾ മോക്കാണെങ്കിൽ ഇപ്പുറത്ത് മറ്റേ നമ്മുടെ പ്രിയങ്ക ഗാന്ധീൻ്റെ ഫോട്ടോ കേട്ടോ, പുള്ളിക്കാരിക്ക് അത് തന്നെ വേണം. അത് പിക്ചറും കളറൊക്കെ കണ്ടിട്ട് ഇനി ഞാൻ കൊടുത്തില്ല കേട്ടോ. വച്ച് വെറുതെ കളയല്ലേ ഉള്ളൂ, എന്തിനാ കളയുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും മോളും കൂടെയുള്ള പഠനം തുടങ്ങുകയാണ്.
അങ്ങനെ ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മോൾക്ക് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോള് പിന്നെ എന്നെ നല്ല രീതിയിൽ കച്ചറാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു മോൾക്ക് കുറുക്ക് കൊടുത്ത് മോളെ ഉറക്കാം, എന്നിട്ട് ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന്. അങ്ങനെ ഉദ്ദേശിച്ച് ഇറങ്ങിപ്പോയത്, മീൻസ് പഠിക്കുന്ന നേരത്തുനിന്ന് എണീറ്റ് പോയതാ. പിന്നെ ഈ എന്തോ അല്ലാതെ ചില്ലറ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പഠിക്കാനിരുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ നോക്കിയതിൻ്റെ ബാക്കി തന്നെയാട്ടോ ഞാൻ നോക്കിയത്. അങ്ങനെ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് മനസ്സിലാകുമായിരിക്കും, എല്ലാ പണിയും തീർന്നിട്ട് പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. എന്നാൽ കുറച്ച് പണികളൊക്കെ ഒന്ന് ഒതുക്കി ഓക്കെ ആയി, ഇനി ഉച്ച കഴിഞ്ഞൊക്കെ ഉള്ളൂ എന്ന് ഓർത്ത് കുറച്ച് നേരമൊക്കെ പഠിച്ചു കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കളയിലേക്ക് തിരുമ്പോഴായിരിക്കും അയ്യോ അത് ചെയ്തില്ലല്ലോ, അയ്യോ ഇത് ചെയ്തില്ല, അല്ലെങ്കിൽ അതുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് സത്യത്തിൽ ഇരിപ്പുറക്കില്ല. അപ്പോൾ അതും കൂടെ ചെയ്തിട്ടൊക്കെ വരുമ്പോൾ പിന്നീട് അത്രയും സമയം, എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിപ്പോൾ സമയം ഓടിക്കൊണ്ടിരിക്കുക. ഒരു ദിവസമൊക്കെ എത്ര വേഗം പോകുന്നത്, രാവിലെ എണീക്കുന്നു, ഉച്ചയാകുന്നു, വൈകുന്നേരമാകുന്നു, രാത്രിയാകുന്നു. എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ചിലരൊക്കെ പറയില്ലേ സമയം പോകുന്നില്ല, ഒരു ദിവസം നീങ്ങുന്നില്ല, എനിക്ക് കൊതിയാവും ഒരു ദിവസം നീങ്ങുന്നില്ല എന്നൊക്കെ പറയും. എൻ്റെ ഒരു ദിവസം മറ്റേ റോക്കറ്റ് പോകുന്ന പോലെയാണോ പോകുന്നതെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ സിറ്റുവേഷനും ഓരോ സാഹചര്യം പോലെയല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ. എനിക്കാണെങ്കിൽ നൈറ്റ് അങ്ങനെ ഒത്തിരി ടൈം ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്കതൊന്നും ഒന്നുകൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. നൈറ്റ് മീൻസ് സത്യത്തിൽ ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോവാണ്. അതൊന്നും നമ്മളെപ്പോലെ പഠിക്കുന്നവരെ സംബന്ധിച്ച് അതത്ര നല്ല കാര്യമല്ല. അതെന്താ മീൻസ് നമ്മൾ കടിച്ച് കൺട്രോൾ ചെയ്തൊക്കെ ഇരുത്തണം, എങ്കിലും ഒരു 7 മണിക്കൂറിൽ പറ്റുന്നില്ല, 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നൊരു മൈൻഡാണ്. പക്ഷെ അത് ഇനിയിപ്പോൾ എക്സാമൊക്കെ ഏകദേശമൊക്കെ മാസങ്ങൾ, ഇനി കുറച്ച് മാസങ്ങൾ എത്രയോ ദിവസങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുക ആ ശീലം കൂടെ ഒന്ന് മാറ്റുമായിരുന്നെങ്കിൽ പിന്നെ നല്ല രീതിക്ക് എനിക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പോകാമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ മാറ്റം വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ, നല്ല രീതിയിൽ മാറ്റണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇനി ഈ ഒരു സ്റ്റഡി വ്ളോഗിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കുറേ നേരം പഠിക്കുന്നു, പിന്നെ അത് എഴുതി നോക്കുന്നു, അതൊക്കെ തന്നെ കാണിക്കാനുള്ളൂ എനിക്ക്. വേറെ ഒന്നും തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അത് ഒരു മൊത്തത്തിലുള്ളൊരു സ്റ്റഡി വ്ളോഗ് മാത്രമാണ്. അന്ന് അത്രയും നോക്കിയതിന് ശേഷം ഞാൻ ശരിക്കും പിന്നെ അപ്പോഴത്തേക്കൊക്കെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്നത്തെ പഠിത്തം നിർത്തി. നൈറ്റ് ഞാൻ മാത്സ് കുറച്ച് നേരം നോക്കിയായിരുന്നു. അത് പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ നോക്കുന്നതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ ശരിക്കും പിറ്റേ ദിവസത്തെ വീഡിയോ, ശരിക്കും റാൻഡം ഡേയ്സ് 2 ദിവസത്തെ വീഡിയോ എങ്കിലും ആഡ് ചെയ്തിട്ട് ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ. നെക്സ്റ്റ് ഡേ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെയാണ്. നെക്സ്റ്റ് ഡേ ഞാൻ ശരിക്കും ഉച്ച കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ പറ്റിയത്. എനിക്ക് മക്കൾക്ക് ലീവ് ആയതുകൊണ്ട് പകലൊന്നും എനിക്ക് പറ്റിയില്ല. അതുമാത്രമല്ല മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇനിയിപ്പോൾ ആനുവൽ എക്സാം ആയി, അപ്പോൾ അവരെ കുറച്ച് പഠിപ്പിക്കാനുണ്ടായിരുന്നു. അവരെ പഠിപ്പിച്ചു ഞാനും കൂടെ ഉള്ള ഇത്. എനിക്ക് ആനുവൽ എക്സാം ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് അവർ നോക്കേണ്ടതുകൊണ്ട് അവരുടെ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് ഞാൻ പഠിച്ചില്ല. ഉച്ച കഴിഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. ഉച്ച കഴിഞ്ഞ് ഞാനങ്ങനെ നോക്കുവാണ്. SCRT നോക്കിയതിന് ശേഷം ഞാൻ പിന്നെ PYQ ആണ് നോക്കിയത്. PYQ ഞാൻ പിന്നെ ഇപ്പോൾ ഹിസ്റ്ററിയാണ് ഞാൻ GK പാർട്സിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വളരെ പതിയായിട്ടോ എൻ്റെ പോർഷൻസ് പോകുന്നത്. ഞാൻ ടു ഡു ലിസ്റ്റിൽ ഇന്ന ദിവസം ഇത്ര കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും പെൻഡിങ്ങിൽ വരാറുണ്ട് എനിക്ക്. അങ്ങനെ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ ഞാൻ പറഞ്ഞാൽ നൈറ്റ് ഇരിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പറ്റുന്നില്ല എനിക്ക്. അതൊന്നും മാറ്റിയെടുക്കണം. ടു ഡു ലിസ്റ്റ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഹിസ്റ്ററീൻ്റെ PYQ ആണ് ഇപ്പം നോക്കുന്നത്. അപ്പം ഹിസ്റ്ററീൻ്റെ PYQ നോക്കിയിട്ട് അപ്പം നമുക്ക് കുറച്ചുകൂടെ ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ PYQ ഞാൻ ടെലഗ്രാം ചാനലാണ് PYQനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം ഫോളോ ചെയ്യുന്നത്. കുറച്ച് ചാനൽസ് ഉണ്ട്, മെയിനായിട്ടൊരു ചാനലുണ്ട്, അതിനെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂട്യൂബ് വഴി നോക്കാറുണ്ട്. അപ്പം PYQ നോക്കിയിട്ട് എങ്ങനെയൊക്കെ വരുന്നു എന്ന് ഒക്കെ ആ ഒരു അടിസ്ഥാനത്തിൽ പഠിച്ചു പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ വാരി വലിച്ച് അത് ഇതെന്ന് പറഞ്ഞ് പഠിച്ചാൽ വലിയ കാര്യം ഉണ്ടാവില്ല, നമുക്കതൊന്നും ഓർത്ത് ഇരിക്കാൻ പറ്റുകയോ ഇല്ല. നമ്മൾ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ എന്ന് എക്സാമൊക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത് അയ്യോ ഇതൊന്നും ആയിരുന്നില്ലല്ലോ, ഈ ഭാഗമല്ലായിരുന്നല്ലോ, കുറച്ചുകൂടെ ആഴത്തിൽ വേറൊരു ഭാഗമായിരുന്നല്ലോ പഠിക്കേണ്ടതെന്നൊക്കെ നമുക്ക് തോന്നും. പിന്നീട് അങ്ങനെ തോന്നാതെ തന്നെ ഇപ്പം തന്നെ അതനുസരിച്ച് മുന്നോട്ട് എല്ലാവരും പറയുന്ന പോലെ PYQനാണ് പ്രാധാന്യം കൂടുതൽ. അപ്പോൾ അതനുസരിച്ച് പോകുന്നതായിരിക്കും നല്ലത്.